ദൈവനാമത്തിന് ഞാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും നമ്മൾ ബൈബിൾ സ്റ്റഡിയിലേക്ക് വരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിന്റെ സവിശേഷതകൾ, ആട്രിബ്യൂട്ട്സ്, അതായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന്റെ മറ്റു ചില സ്വഭാവങ്ങൾ, സവിശേഷതകൾ, ദൈവത്തിന്റെ നേച്ചർ, പ്രകൃതി, ദൈവം എന്ന വ്യക്തിയുടെ, ദൈവം എന്ന് പറയുന്ന പേഴ്സണാലിറ്റിയുടെ ചില പ്രത്യേകതകൾ നമ്മൾ പഠിച്ചിരുന്നു. പ്രത്യേക നേച്ചർ അത് നമ്മൾ പഠിച്ചു. പിന്നെ രണ്ടാമത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്, പ്രത്യേക സവിശേഷ സ്വഭാവങ്ങൾ, അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിലെ പല കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തു. ദൈവം സെൽഫ് എക്സിസ്റ്റൻസ് ആണ്, ഓക്കെ, സ്വയംഭൂവായതാണെന്നുള്ളത്. പിന്നെ സെൽഫ് സഫിഷ്യന്റ് ആണ്, നിർഭരമായിട്ടുള്ള വ്യക്തിയാണ്. പിന്നെ ദൈവം ഇറ്റേണൽ ആണ്, ശാശ്വതമായിട്ടുള്ള ദൈവമാണ്. പിന്നെ ദൈവം ഇൻഫൈനറ്റ് ആണ്, ദൈവത്തെ ഒരിടത്തും കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, ദൈവം ഹീസ് ഓൾവേസ് പ്രസന്റ് എവരിവെയർ. പിന്നെ അടുത്ത് നമ്മൾ പറഞ്ഞാൽ ഹീസ് ഓംനി പ്രസന്റ്, എല്ലാ സ്ഥലത്തും. ഓക്കെ, എല്ലാ സ്ഥലങ്ങളിലും ദൈവം ഉണ്ട്. മീൻസ് ദൈവത്തെ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് നമുക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. അതുപോലെ ഏത് സ്ഥലത്തും ദൈവം ഉണ്ട് എന്നൊക്കെയുള്ള ഈ ദൈവത്തിന്റെ സവിശേഷതകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ദൈവത്തിന്റെ മറ്റൊരു ആട്രിബ്യൂട്ട് ആണ്. അതായത് നമുക്ക് എപ്പോഴും നമ്മളതിനെ, ആ ഒരു ആട്രിബ്യൂട്ടിനെ നമ്മൾ വളരെ കൂടുതലായിട്ട് സാധാരണ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതായിട്ടാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ കാണുന്നത്. അതാണ് ദൈവത്തിന്റെ സർവശക്തി, ദൈവത്തിന്റെ സർവശക്തിമാനായിട്ടുള്ള ദൈവം. ഓക്കെ, സർവശക്തനായ ദൈവം. ഓക്കെ, ഹീസ് ഓംനി പൊട്ടൻറ്റ്, ഓൾ പവർഫുൾ. അതിനെ നമ്മൾ കൂടുതലായിട്ട് ആശ്രയിക്കുന്ന ഒരു ദൈവത്തിന്റെ ക്വാളിറ്റിയാണ്. കാരണം നമ്മുടെ വിഷയങ്ങൾ, നമുക്ക് പലതരത്തിലുള്ള വിഷയങ്ങളാണല്ലോ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ഫേസ് ചെയ്യാനുള്ളത്. പല കാരണങ്ങൾ കൊണ്ട്, ലോകത്തിൻ്റെതായിട്ടുള്ള ലോകം നമുക്കെതിരായിട്ട് നിൽക്കുന്നത് കൊണ്ടും, അതുപോലെ പിശാച് നമുക്കെതിരായിട്ട് നിൽക്കുന്നത് കൊണ്ടും, അങ്ങനെ മറ്റു പല ഏരിയ നമുക്ക് തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നമുക്ക് ദൈവത്തിന്റെ സഹായം എപ്പോഴും നമുക്ക് കൂടിയേ കഴിയത്തുള്ളൂ. ദൈവത്താൽ മാത്രമല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പല അവസരങ്ങളാണ് നമുക്കുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മൾ ദൈവമക്കളായതുകൊണ്ട് അത് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് എതിർപ്പുകളൊക്കെ ഈ ഭൂലോകത്തിൽ നിന്നും ശത്രുവിൽ നിന്നും ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിന്റെ സഹായം എപ്പോഴും നമുക്ക് കൂടിയേ കഴിയത്തുള്ളൂ. അപ്പൊ ദൈവത്തിന്റെ സർവശക്തൻ എന്നുള്ള ആ ക്വാളിറ്റി നമുക്ക് എപ്പോഴും ആവശ്യമാണ്. അപ്പൊ ആ ഒരു വിഷയത്തെ ആണ് നമ്മൾ സാധാരണ രീതിയിൽ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ ആഗ്രഹിക്കാറുള്ളത്. അപ്പൊ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരാനും, അപ്പോൾ തന്നെ ചില തെറ്റായ ധാരണകൾ മാറ്റാനും കൂടാണ് ഈ ഇന്നത്തെ ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായിട്ട് ചില വാക്യങ്ങൾ അതിനകത്ത് വായിക്കാൻ. നമ്മളിവിടെ മിക്കവാറും ഒക്കെയുള്ള അതിനകത്ത് കാണുന്ന 1-2 വാക്യങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തില്, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. വേറെ പല സ്ഥലങ്ങളിലും ഇതേ രീതിയിൽ ആ വാക്യം എഴുതിയിട്ടുണ്ട്. ഇതാണ് ദൈവത്താൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ. ഓക്കെ, ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. എനിക്ക് യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ. ഓക്കെ, ഇത് ദൈവം അബ്രഹാമിനോട് പറഞ്ഞതാണ്. ഓക്കെ, അവർക്കറിയാമല്ലോ, അവര് വയസ്സ് ചെന്നു. ഓക്കെ, അബ്രഹാമിന് 100 വയസ്സായി. അപ്പം സാറയ്ക്കും അതുപോലെ വയസ്സ് ഒരുപാടായി. അവർക്കിടയിലെ ബയോളജിക്കലായിട്ടൊക്കെയുള്ള അവരുടെ കഴിവ്, ശരീരത്തിന്റെ കഴിവുകളൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോഴും ദൈവം അവരുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ മക്കളെ ദൈവം നൽകും എന്നൊക്കെ പറഞ്ഞപ്പോ സാറ ചിരിച്ചു എന്നാണ് നമ്മൾ ആ ഭാഗത്ത് നമ്മളോട് വായിക്കുന്നത്. കാരണം സാധാരണ രീതിയിൽ പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ മനുഷ്യരല്ലേ, പലപ്പോഴും നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസ്, ലോക നിയമങ്ങള്, ബയോളജിക്കൽ റീസണിങ്സ്, ഇതൊക്കെ നമ്മളെ ചിലപ്പോൾ അങ്ങനെ പറയാനുള്ള കാരണമായി. അതുകൊണ്ടാണ് സാറ ചിരിച്ചത്. ഓക്കെ, അപ്പൊ ആ സാറ ചിരിച്ചപ്പോ ദൈവം അബ്രഹാമിനോട് പറയാണ്, അബ്രഹാമിനോടാ ചോദിച്ചു സാറ എന്തിനാ ചിരിച്ചത്. അപ്പം അബ്രഹാം പറഞ്ഞു ഇന്ന കാരണങ്ങളും ഉണ്ടാന്ന് പറഞ്ഞപ്പം ദൈവം ചോദിച്ച ഒരു ചോദ്യമാണ്, എന്നാൽ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. ഒക്കെ ദൈവമക്കൾ എപ്പോഴും ആ ദൈവത്തിന്റെ ആ ചോദ്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് ഏത് വിഷയമായിരുന്നാലും, അത് നമ്മുടെ ശരീരത്തിന്റെ വിഷയമായാലും, ബയോളജിക്കൽ റീസണിങ് ആയാലും, ലോകത്തിന്റെ നിയമങ്ങളായാലും, ദൈവത്തിനെല്ലാം നമുക്ക് വേണ്ടി തിരുത്താനും കഴിയും, അതിൽ കൂടെ പ്രവർത്തിക്കാനും ഒക്കെ കഴിയും. ഓക്കെ, ആ കാര്യങ്ങളൊക്കെ
നമ്മൾ അത് മനസ്സിലാക്കണം. ഓക്കെ, ദൈവമക്കൾക്ക് വേണ്ടി ഏത് നിയമങ്ങളെ വേണമെങ്കിലും ദൈവത്തിന് മാറ്റാൻ കഴിയും. ഓക്കെ, അത് നമുക്കറിയാമല്ലോ. നമ്മൾ വേറെ ചില സ്ഥലങ്ങളിൽ, അതായത് യോശുവയുടെ പുസ്തകത്തിനകത്തൊക്കെ സൂര്യൻ ഗിബെയോനിലും ചന്ദ്രൻ അയ്യാലും താഴ്വരയിലും നിന്ന കഥകളൊക്കെ നമ്മൾ വായിക്കുന്നു. യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തില് അമാലികരായിട്ടുള്ള യുദ്ധസമയത്ത് യോശുവയെ ജയിപ്പിക്കാൻ വേണ്ടി, കാരണം അതൊരു പ്രകൃതി നിയമം ദൈവം ഫിക്സ് ചെയ്തതാണെങ്കിലും അത് അന്നേരത്തെ ഒരു ആവശ്യം, ഇസ്രായേൽ മക്കളുടെ ആവശ്യം. അതുകൊണ്ട് ദൈവം അല്പസമയത്തേക്ക് ആ പ്രകൃതി നിയമങ്ങളൊക്കെ, സാധാരണ രീതിയിൽ ദൈവം തന്റെ നിയമങ്ങളെ ഒരു കാര്യത്തിനും മാറ്റുന്നതല്ല. പക്ഷെ ചില പ്രത്യേക കാര്യങ്ങളിൽ ദൈവത്തിന്റെ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയും ദൈവമക്കളുടെ ഉദ്ദേശത്തിൽ കാര്യങ്ങൾ ശരിയാക്കാൻ വേണ്ടി ചില സമയങ്ങളിൽ ദൈവം അങ്ങനെ ചെയ്തു തന്നിരിക്കും. പക്ഷെ അതൊരു ദൈവത്തിന്റെ എന്താ പറയുന്നത്, ഒരു സ്ഥായിയായിട്ടുള്ള ഒരു സ്വഭാവമല്ല. ദൈവം ഒരിക്കലും നിയമം ലംഘിക്കുന്ന ദൈവമല്ല. ഓക്കെ, അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ബൈബിൾ സ്റ്റഡി വരുമ്പോൾ അങ്ങോട്ട് പറയാം. ഓക്കെ, ആ സമയത്ത് അതുപോലെ ഈ വചനം, ഓക്കെ, അബ്രഹാമിനോട് ദൈവം പറയാണ് ദൈവത്താൽ കഴിയാത്ത കാര്യമുണ്ട്. അബ്രഹാം നമ്മുടെ വിശ്വാസികളുടെ പിതാവാണ്. അപ്പൊ നമ്മളോടുള്ള വാക്യമാണത്. നമ്മളോട് ദൈവം പറയാണ് ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തോട് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. അത് എപ്രകാരം അതിന്റെ സൊല്യൂഷൻ വേണം, എപ്പോൾ വേണം എന്നൊന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിന്റെ തീരുമാനങ്ങളും ദൈവത്തിന്റെ വിചാരങ്ങളും നമ്മുടെ വിചാരങ്ങളെക്കാളൊക്കെ ഒരുപാട് ശ്രേഷ്ഠമാണ്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ ശ്രേഷ്ഠമാണ്. അതുകൊണ്ട് വിശ്വസിച്ച് നമുക്ക് ദൈവത്തോട് നമ്മുടെ വിഷയങ്ങൾ പറയാം. ദൈവം അത് സോൾവ് ചെയ്ത് തരും. അങ്ങനെ മറ്റൊരു സ്ഥലത്താണെങ്കിൽ നമ്മൾ ഇവിടെ വായിക്കുന്നു, പിന്നെ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാം വാക്യത്തില്, അത് പുതിയ നിയമത്തിൽ, ഞാൻ പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം എടുത്തു, പുതിയ നിയമത്തിൽ ഒരു വാക്യം എടുത്തു എന്നുള്ളത് അല്ലാതെ അത് ഞാൻ പ്രത്യേകിച്ച് അതിനകത്തൊരു റീസൺ വേറെ പല സ്ഥലങ്ങളിൽ ഇത് എഴുതിയിട്ടുണ്ട്. ഒരു നിങ്ങളോടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് അത് നോട്ട് ചെയ്താൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ നിങ്ങൾക്ക് വേറെ സ്ഥലങ്ങളിലുള്ളത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. ഇവിടെ മറിയയുടെ ദൈവത്തിന് ആത്മാവ് വന്ന് പറഞ്ഞു, അല്ലെ, ദൂതൻ വന്ന് പറഞ്ഞു, നീ ഗർഭവതിയാകും, പരിശുദ്ധാത്മാവിനാൽ നീ ഗർഭവതിയാകും, അല്ലെ, നിന്നിൽ നിന്നൊരു പ്രജ ഉത്ഭവിക്കും, അല്ലെ, യേശു എന്ന് പേരിലെന്നൊക്കെ പറഞ്ഞപ്പോൾ നിഷ്കളങ്കയായ ആ സഹോദരി ദൂതനോട് ചോദിച്ചാൽ അതെങ്ങനെ സംഭവിക്കും? ഞാൻ ഇതൊരു പുരുഷനെ അറിഞ്ഞിട്ടില്ലല്ലോ. കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംശയമാണത്, അല്ലെ. കാരണം സാധാരണ എല്ലാ ഭൂമിയിലുള്ള എല്ലാ ജന്മങ്ങളും പുരുഷനും സ്ത്രീയും കൂടെയുള്ള ബന്ധത്തിൽ മാത്രമേ ആകത്തുള്ളൂ. അതൊരു നാച്ചുറൽ ആയിട്ടുള്ള നോളജ് ആണ്. അപ്പൊ അതിൽ നിന്നാണ് ചോദിച്ചത്. അന്നേരം ദൂതൻ അവരോട് പറഞ്ഞു കൊടുത്തു, ദൈവത്താൽ കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ട്? ഏത് നിയമമാണ് ദൈവത്തിന് മാറ്റാൻ കഴിയാത്തത്? ആ ഒരു ചോദ്യത്തിന്റെ പിന്നില് നമ്മളോടും ദൈവം പറയുകയാണ്, ദൈവത്തിന് കഴിയാത്തതായിട്ടുള്ള യാതൊരു കാര്യവുമില്ല. ഓക്കെ, അത് പക്ഷെ അതിൽ നിന്നും മറ്റു ചില കാര്യങ്ങൾ പറയേണ്ടത്. ദൈവത്തിന് കഴിയാത്തെന്ന് നമ്മൾ പറയുമ്പോൾ ദൈവത്തിന്റെ സർവശക്തി, അല്ലെങ്കിൽ കാരണം ഇതിപ്പോ ഇപ്പം യെശയ്യാവ് പുസ്തകത്തിന്റെ 40-ാം അധ്യായത്തില് നമുക്കതൊന്ന് എടുക്കാം. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം. യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 40-ാം അധ്യായം, അതിന്റെ ഓക്കെ, ഒരു മിനിറ്റ് അതൊന്ന് നോക്കിക്കോട്ടെ. യെശയ്യാവിന്റെ പുസ്തകം 40-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തില് ഇവിടെ എഴുതിയിരിക്കുന്നു, ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നു. 40-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില്. അതുപോലെ അതിന്റെ 12 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ നമ്മളിങ്ങനെ എഴുതിയിരിക്കുന്നത്, തന്റെ ഉള്ളം കൈ കൊണ്ട് വെള്ളം അളക്കുകയും ചാണുകൊണ്ട് ആകാശത്തിന്റെ പരിമാണം എടുക്കുകയും ഭൂമിയുടെ പൊടി നാഴിയിൽ കൊള്ളിക്കുകയും പർവ്വതങ്ങൾ വെള്ളിക്കോൽ കൊണ്ടും കുന്നുകൾ തുലാസിലും തൂക്കുകയും ചെയ്യുന്നവനാ. ഓക്കെ, അവിടെ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ്. അതുപോലെ ഇതാ യഹോവയായ കർത്താവ് ബലശാലിയായി വരുന്നത്. ഹീസ് കമ്മിങ് ടു യു വിത്ത് മൈറ്റി ഹാൻഡ്. ഓക്കെ, മൈറ്റി ഹാൻഡ്. കാരണം ദൈവം നിങ്ങൾക്ക് സർവശക്തനായിട്ട്, അല്ലെങ്കിൽ ദൈവം മൈറ്റി ഹാൻഡോടുകൂടി ബലശാലിയായിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സർവശക്തിയും കൊണ്ട്, അല്ലെങ്കിൽ ആ ക്വാളിറ്റിയും കൊണ്ട് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. വരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ വേറൊരിടത്തേക്കും വരുന്നു എന്നുള്ളതല്ല. ദൈവമക്കളോടുള്ള ബന്ധത്തിൽ പറയുകയാണ്, നിങ്ങളുടെ കാര്യങ്ങളിലും നിങ്ങളുടെ പ്രോഗ്രാമിലും നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതികളിലും നിങ്ങളോടുള്ള കരുതലിലും നിങ്ങളെക്കുറിച്ചുള്ള ഉദ്ദേശത്തിലും ഒക്കെ നിങ്ങളുടെ മുൻപിൽ ഞാൻ എൻ്റെ ആ സർവശക്തിയുമായിട്ട് ഞാൻ വരുന്നു
എന്ന് നിങ്ങൾക്ക് ഇനി അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നിങ്ങൾക്ക് പല അസംഭവമായിട്ടുള്ള കാര്യങ്ങളും, നിങ്ങളുടെ ബുദ്ധിക്കൊന്നും നിരക്കാത്ത കാര്യങ്ങളും, പല കാര്യങ്ങളും എന്നിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് ട്രസ്റ്റ് ചെയ്യാം. എന്നാൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. അവിടെ തന്നെ അതുപോലെ വെള്ളത്തെ കൈക്കുമ്പിൾ കൊള്ളുന്നതും പൊടിയെ കയ്യിലെത്തുന്നതൊക്കെ പറയുമ്പോൾ ദൈവത്തിന്റെ ഫിസിക്കൽ പവറിനെ കുറിച്ചൊക്കെ കാണിക്കുന്ന ഫിസിക്കൽ പവർ. പിന്നെ എല്ലാ തരത്തിലുള്ള ശക്തിയുണ്ട്. ഫിസിക്കൽ പവർ മാത്രമല്ല. നമ്മുടെ മറ്റൊരു സ്ഥലത്ത് ദൈവ സെക്കൻഡ് ക്രോണിക്കിൾസിനകത്ത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രായേൽ മക്കള് അശൂർ രാജാക്കന്മാരുടെ സഹായത ആവശ്യപ്പെട്ട് എന്നപ്പോൾ ദൈവം അവരോട് പറയുന്നുണ്ട്, അശൂർ രാജാവിന് എന്താ ഉള്ളേ? അവരുടെ മാംസഭുജമല്ലേ ഉള്ളൂ, പക്ഷെ ഞാൻ നിങ്ങളോട് ഉണ്ടല്ലേ ഉള്ളത്. അപ്പൊ എനിക്കിനി മാംസഭുജത്തിന് ഫെയിലിയർ പറ്റാം, പക്ഷെ എനിക്ക് പറ്റുമോ? അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന്റെ ഒരു സഹായത്തിന്റെയും പിന്നാലെ പോകേണ്ട കാര്യമില്ല. എല്ലാ സോഴ്സിൽ കൂടെയും ഏത് തരത്തിലുള്ള ആവശ്യമാണെങ്കിലും അത് എന്തുമായിക്കൊള്ളട്ടെ, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അല്ലെ, ഈ മാംസഭുജം മാത്രമുള്ള അല്ലെങ്കിൽ ലോകത്തിലുള്ള ഈ ലിമിറ്റഡ് ആയിട്ടുള്ള കഴിവ് മാത്രമുള്ള ഇവരെ ഒന്നും നിങ്ങൾക്ക് സഹായിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആ ദൈവത്തിന്റെ സർവശക്തി, ആ ശക്തമായ ആ കഴിവ് അത് നമുക്ക് ഇപ്പോഴും അവൈലബിൾ ആണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മൾ സംശയിക്കേണ്ട കാര്യമില്ല എന്ന് ദൈവം നമുക്ക് പറഞ്ഞു തരാം. ഇനി വേറെ 1-2 വാക്യങ്ങളൂടെ നമ്മളെ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു വാക്യം കൂടെ ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിന്റെ 26-ാം വാക്യത്തിലും ഇതുപോലെ തന്നെയുള്ള ഒരു വാക്യമുണ്ട്. 19-ാം അധ്യായം 26, മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 26-ാം വാക്യത്തില്. പത്തൊമ്പതാം അധ്യായത്തിന്റെ 26. അവിടെയും ചോദിക്കുന്നത് ഇതാണ്. യേശു അവരതൊക്കെ, അത് മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യം. അത് പക്ഷേ വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നത്. കാരണം ധനവാന്മാർ എങ്ങനെ സ്വർഗത്തിൽ പോകുന്ന എന്നൊരു എക്സാമ്പിൾ വെച്ചുകൊണ്ട് ഒരു യുവാവായിട്ടുള്ള ഒരു നല്ല മനുഷ്യൻ കർത്താവിന്റെ അടുത്ത് വന്ന് ഞാൻ സ്വർഗരാജ്യത്തിൽ പോകട്ടെ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞ് കർത്താവ് ഒരു ഉപദേശം കൊടുത്ത് എനിക്കുള്ള എല്ലാം വിറ്റിട്ട് നീ എന്നെ അനുഗമിക്കുക. അതെല്ലാം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ആ സമയത്ത് ശിഷ്യന്മാര് എന്നിട്ട് പറഞ്ഞ് ധനവാന്മാർ സ്വർഗരാജ്യത്തിലേക്ക് കടക്കുന്നത് എത്രയോ പ്രയാസമെന്ന് കർത്താവ് പറഞ്ഞപ്പോ കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചു, പിന്നെ അവർക്ക് എങ്ങനെ കടക്കാൻ കഴിയും? പിന്നെ ആര് കടക്കും? ദൈവം പറയാണ്, ധനവാന്മാർക്കും കടക്കാം, പക്ഷേ മനുഷ്യരാൽ അസാധ്യമാണ്, എന്നാൽ ദൈവത്താൽ എല്ലാം സാധ്യം. അപ്പൊ അവിടെയും ദൈവത്താൽ എല്ലാം സാധ്യം. അത് ഏത് കാര്യമാണെങ്കിലും ദൈവത്താൽ എല്ലാം സാധ്യം. സോ യു ഷുഡ് ബിലീവ് ഇൻ ദ ഗോഡ്സ് എബിലിറ്റി ദാറ്റ് എവറിത്തിങ് ഈസ് പോസിബിൾ ബൈ വിത്ത് ഗോഡ്. ഓക്കെ, അത് നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. ദൈവം സർവശക്തിമാനം. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വിഷയവുമില്ല ദൈവത്തിന് സോൾവ് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അതുകൊണ്ട് യു ക്യാൻ ട്രസ്റ്റ് ഹിം. ഓക്കെ, പിന്നെ അങ്ങനെ ദൈവത്തിന്റെ ആ സർവശക്തി ഉള്ള ദൈവം എന്നുള്ള ആ ക്വാളിറ്റി ഏത് സമയത്തും ഏത് പ്രാർത്ഥനയിലും ഏത് ആവശ്യത്തിനും ദൈവം നമുക്ക് വേണ്ടി ഉപയോഗിക്കുമോ എന്നൊരു സംശയമുണ്ട്. ഓക്കെ, ആ സംശയം എന്ന് പറയുന്നത് അത് നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ദൈവം ഉപയോഗിക്കും. അതിനകത്ത് ദൈവത്തിന്റെ ജ്ഞാനം, ദൈവത്തിന്റെ പദ്ധതികള് അതിനൊന്നും വിപരീതമായിട്ട് ദൈവം ചെയ്യത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, നമുക്ക് ദോഷം ചെയ്യുന്നതെന്ന് ദൈവത്തിന് തോന്നിയാലും ദൈവം അതൊന്നും ചെയ്യത്തില്ല. ഓക്കെ, പിന്നെ അതുപോലെ ദൈവ നിയമങ്ങൾക്കും ദൈവരീതികൾക്കും ദൈവനീതിക്കും ദൈവ സ്വഭാവത്തിനും ഒക്കെ വിരോധമായിട്ട് നിൽക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളാണെങ്കിലും ദൈവം ആ കാര്യത്തിലൊന്നും ഇടപെടത്തില്ല. പിന്നെ മറ്റൊന്ന്, നമ്മൾ പറയുന്ന നമ്മുടെ വിഷയം നമ്മൾ പറഞ്ഞാൽ മതി. അതിന്റെ സൊല്യൂഷൻ തരുന്നത് ഏത് വിധമാണെന്നോ എപ്പോഴാണെന്നോ എന്നൊന്നും നമ്മൾ അതിനോട് ഡിക്റ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ദൈവം സർവശക്തനാണെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെതായിട്ടുള്ള രീതിയിലും സമയത്തും ദൈവത്തിന്റെ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ ദൈവം ചെയ്യത്തുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ നമുക്ക് കോൺഫിഡൻ്റ് ആണ്. ഇപ്പൊ നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്പൻ, നല്ല കഴിവുള്ള ഒരു അപ്പൻ, നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു അപ്പൻ, അല്ലെ, നല്ല എന്താ പറയുന്നത്, എല്ലാ സമ്പത്തും എല്ലാ കാര്യങ്ങളും അധികാരങ്ങളും ഒക്കെ ഉള്ള ഒരു അപ്പനാണ് നമ്മുടെ അപ്പൻ എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ കോൺഫിഡൻസ് തരുന്ന പോലെ തന്നെ അതിനെക്കാട്ടിലൊക്കെ എല്ലാം സ്വന്തമായിട്ടുള്ള അപ്പനാണ് നമ്മുടെ അപ്പൻ. അപ്പൊ അതുകൊണ്ട് അതിനെ ഒന്നും തന്നെ നമുക്ക്
എന്തിനാ സംശയിക്കേണ്ട കാര്യം ഇല്ല. അതെല്ലാം നമുക്കുണ്ട്. അതാണ് ഞാൻ ബലശാലിയായിട്ട് വരുന്നു. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടിയിട്ട് വരുന്നു എന്ന് നമ്മളിപ്പോൾ യെശയ്യാവിന്റെ പുസ്തകത്തിൽ വായിച്ചത്. ഓക്കെ. പക്ഷേ ഈ ഒരു ദൈവത്തിന്റെ സർവശക്തിയുള്ള ദൈവത്തെ അതിനെ നമ്മൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഓക്കെ. ആ ദൈവത്തെ അതേ മിസ്യൂസ് ചെയ്യാനും പാടില്ല. അപ്പൊ ചില കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് ഇതിൽ കൂടെ പറഞ്ഞു തരുന്ന ചില കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ ദൈവം നമ്മുടെ സർവശക്തിമാനാണല്ലോ, എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. അപ്പൊ നമുക്ക് പൊതുവെ ഒരു തോന്നലുണ്ട്, എനിക്ക് ഇത് ലോകത്തിന്റെ കാര്യങ്ങളൊന്നും മാനിക്കേണ്ട ആവശ്യമില്ല, ഞാൻ ലോകത്തെ മാനിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എൻ്റെ ദൈവത്തിന്റെ മോനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു തോന്നല് പിശാച് നമ്മുടെ ചെവിയിൽ കൊണ്ടുവരാൻ, നമ്മുടെ ചിന്തകളിൽ കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അപ്പം അവിടെ ദൈവം പറയാണ്, അങ്ങനൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല, ഞാനുണ്ടെന്നുള്ളത് നിങ്ങളുടെ മനസ്സിലിരിക്കണം, നിങ്ങൾ അതിൽ സന്തോഷിക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ അതൊരു അഹങ്കാര വിചാരമായിട്ട് വരാൻ പാടില്ല. അതിനൊന്ന് രണ്ട് എക്സാമ്പിൾ ഞാൻ തിരുവചനത്തിലെ ദൈവത്തിന്റെ കർത്താവിന്റെ ഉപദേശത്തിൽ നിന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഓക്കെ. അതായത് ഒന്ന്, കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. പല വാക്യങ്ങളുണ്ട്, ഞാനത് നിങ്ങൾക്ക് നമ്പർ പറഞ്ഞു തരത്തേ ഉള്ളൂ, നിങ്ങളത് പിന്നീട് നോക്കി വായിച്ചാൽ മതി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം ആദ്യം ഒന്ന് വായിക്കാം ഇതിനോടുള്ള ബന്ധത്തിൽ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഒന്ന് വായിക്കാം. ഇവിടെ ശ്രദ്ധിക്കാം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അതിനടുത്ത ഭാഗം, അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഈ ദൈവം അല്ലേ സ്വർഗത്തിൽ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നത്, എല്ലാം ദൈവത്തിന്റെ അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഞാൻ ദൈവത്തെ മാത്രമേ മാനിക്കത്തുള്ളൂ, ദൈവവചനം മാത്രമേ മാനിക്കത്തുള്ളൂ. അത് നിശ്ചയമായിട്ട് അത് ആവശ്യമാണ്, അത് അത്യാവശ്യമാണ്, അത് ഏറെ ആവശ്യമാണ്, അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടതും. പക്ഷേ അതുകൊണ്ട് അത് നമ്മൾ ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന രാജ്യത്തിന്റെ നിയമങ്ങളെയോ നമ്മൾ ആയിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ, നമ്മളിപ്പോൾ ഒരു കോളേജിലാണെങ്കിലോ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിൽ അവിടുത്തെ നിയമങ്ങളെ ഞാൻ മാനിക്കത്തില്ല എന്ന് ഒരു വിചാരം നമ്മുടെ മനസ്സിൽ വന്നാൽ അത് പാടില്ലാത്ത ഒരു വിചാരമാണ്. അങ്ങനെ വരുമെന്നുള്ളതല്ല, അങ്ങനെ സാധാരണ ചിന്തിക്കാൻ ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെ ചിന്തിക്കും, ഞാൻ ദൈവത്തിന്റെ പൈതലല്ലേ, അപ്പൊ പിന്നെ ഞാൻ ഇതിനെയൊക്കെ എന്തിനാ മാനിക്കുന്നേ, അങ്ങനെയുള്ള ഒരു വിചാരം, അതൊരു അഹങ്കാരത്തിൽ നിന്ന് വരുന്ന വിചാരമാണ്. അപ്പൊ നമ്മൾ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നത് സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ. അപ്പൊ സ്വർഗത്തിൽ മാത്രമല്ല, ഭൂമിയിലുള്ളതായ ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, ഇവിടെ പലതരത്തിലുണ്ട്. അത് സ്പിരിച്വൽ ആയിട്ടുള്ളതുകൊണ്ട് നോൺ സ്പിരിച്വൽ ആയിട്ടുള്ളതുകൊണ്ട്. ഓക്കെ. അതിനെല്ലാം നമ്മൾ ഈ ലോകത്തിലായിരിക്കുന്നിടത്തോളം കാലം നമുക്ക് അതിനണ്ടറിലാണ് നമ്മൾ നിൽക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? അതിനെയെല്ലാം നമ്മൾ മാനിക്കണം. ഓക്കെ. അതാണ് എനിക്ക് എന്നിട്ട് പറയാണ്, ഈ അധികാരങ്ങളെല്ലാം എന്നിൽ നിന്നാണ്, ഞാനാണ് അതിന്റെ അധികാരത്തിന് എല്ലാ കാരണക്കാരനും ഓർത്ത് നിങ്ങൾ എല്ലാ കാര്യങ്ങളും അതിനെ മാനിക്കണം, ആദരിക്കണം. ഓക്കെ. അതിനൊരുപാട് എക്സാമ്പിൾസ് നമുക്ക് വായിക്കേണ്ട. ഞാനിപ്പോ നിങ്ങൾക്ക് തന്നെ ആ വചനം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കൊലോസ്യ ലേഖനം 1:16. ഇനി അടുത്ത റോമൻ ലേഖനം 13-ാം അധ്യായം 1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങള്, 13:7 റോമൻസിന്റെ, ഞാൻ നിങ്ങൾക്ക് നമ്പർ മാത്രമേ പറഞ്ഞു തരുന്നുള്ളൂ, അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ. അത് സ്പിരിച്വൽ ആയിട്ടുള്ളതായിരുന്നാലും ശരി, വേൾഡ്ലി ആയിട്ടുള്ളതായിരുന്നാലും പല നിയമങ്ങളുണ്ട്. എന്നാൽ ലോകത്തിലുള്ള ചില നിയമങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഇതുപോലുള്ള ഗവൺമെന്റിന്റെ നിയമങ്ങൾ, അതായത് നമ്മുടെ അധികാരത്തിലുള്ള നിയമങ്ങൾ, ലോകത്തിന്റെ മീൻസ് ഭരണകൂടത്തിനുള്ള നിയമങ്ങൾ, അതിനെയൊക്കെയാണ് മാനിക്കണം എന്ന് പറയുന്നത്. എന്നാൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അത് ലോകത്തിൽ തന്നെ ഗവൺമെന്റ് നമുക്കെതിരായിട്ട് നിന്നാലും അതിനെ മാനിക്കേണ്ട കാര്യമില്ല എന്ന് ദൈവം നമ്മളോട് ഇതിനകത്ത് തിരുവചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ഇനി അതുപോലെ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലും ഇത് തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ഒരു വാക്യം നമ്മൾ ഇതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 22 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം, ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 22 തൊട്ട് 24 വരെ. ഓക്കെ. ഒരിക്കല് ഈ യഹൂദന്മാര് കർത്താവിനെ ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട്
കർത്താവിന്റെ നിയമങ്ങളൊക്കെ ആക്ച്വലി ശരിക്കും ശരിയായിട്ടുള്ള നിയമങ്ങളാണോ, അല്ലെങ്കിൽ ഇത് ദൈവത്തിൽ നിന്ന് തന്നെയാണോ, ഇതിനെ അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശിഷ്യന്മാരല്ല, യഹൂദന്മാര് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. ആ ക്വസ്റ്റ്യൻ ഇതാണ്: നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. കൈസർ എന്ന് പറഞ്ഞാൽ അന്നത്തെ അവിടുത്തെ ഏറ്റവും വലിയ ഗവൺമെന്റ് അധികാരിയുടെ പേരാണ് കൈസർ എന്ന് പറഞ്ഞാൽ. ആ പോസ്റ്റ് എന്ന് പറയുന്നതാണ് കൈസർ. എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റിന്റെ നിയമങ്ങളെ നമ്മൾ മാനിക്കണമെന്ന് ആ ചോദ്യത്തിന്റെ അർത്ഥം. അതൊരു പരീക്ഷയാണ്. ഈ കർത്താവ് നമ്മളെ പിതാവിന്റെ പുത്രനായിട്ട് വന്ന് പിതാവിന്റെ അധികാരത്തെക്കുറിച്ച് സ്വർഗരാജ്യത്തെക്കുറിച്ച് അനൗൺസ് ചെയ്യാനൊക്കെ വന്നപ്പോൾ, നിങ്ങൾ സ്വർഗരാജ്യത്തിന്റെ മക്കളെ, നിങ്ങളുടെ നിയമം അതാണെന്നൊക്കെ പറഞ്ഞപ്പം ഭൂമിയിലെ അധികാരത്തെ ഞങ്ങൾ ഇനി മാനിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അവരുടെ ആ ചോദ്യത്തിനൊരർത്ഥം. അപ്പം വേണമെങ്കിൽ കർത്താവിന് പറയാൻ അതിന്റെ ആവശ്യമില്ല, ഞാനല്ലേ വന്നിരിക്കുന്നത്, ദൈവമല്ലേ വന്നിരിക്കുന്നത്, എല്ലാ അധികാരങ്ങളും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ അല്ലേ പറയുന്നേ. അപ്പൊ അത് മതിയോ എന്നാ ചോദിച്ചത്. അപ്പൊ കർത്താവ് പറയുകയാണ്, അത് നിങ്ങളുടെ എന്താ പറയുന്നേ, മനസ്സിന്റെ കുടിലത കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് എന്നുള്ള ആ ഒരു അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത്. അങ്ങനെ ചോദിക്കുന്ന കർത്താവ് പറയുന്നത്, അവരോട് ചോദിച്ചതാണ് നാം കൈസർക്ക് കരം കൊടുക്കുന്നത് ഉചിതമോ വിഹിതമോ എന്ന് ചോദിച്ചു, അല്ലയോ എന്ന് ചോദിച്ചു. അപ്പോ അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട് ഒരു വെള്ളിക്കാശ് കാണിപ്പിൻ, ഒരു കോയിൻ എന്നെ കാണിക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ഒരു കോയിൻ, നിങ്ങളുടെ രാജ്യത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ ഒരു കോയിൻ ഉണ്ടല്ലോ, ഇവിടെ നമ്മുടെ ഭാരതത്തിലും ഉണ്ടല്ലോ, അങ്ങനെയുള്ള കോയിൻ കാണിക്കും. ആ കോയിനകത്ത് ഒന്ന് ഹെഡ് ആൻഡ് ടെയിൽ എന്ന് പറയുന്ന ആ ഭാഗം നമുക്കറിയാം, രണ്ട് സൈഡും. ടെയിൽ എന്ന് പറയുന്ന ഭാഗത്ത് അത് എത്ര എണ്ണയാണ് കാണിക്കുന്നുള്ള എമൗണ്ട് കാണിക്കും. അങ്ങേപ്പുറത്ത് ഒരു നമുക്ക് അശോക സ്തംഭമോ അങ്ങനെയുള്ള എന്തെങ്കിലും, അത് ഇന്ത്യയെ പ്രതിനിധാനം ചെയ്യുന്നതാണ് കാണിക്കുക. അതുപോലെ വേറെ ഏത് രാജ്യത്തിനാണെങ്കിലും അവരുടെ ഫ്ലാഗോ എന്തെങ്കിലുമൊക്കെ അവിടെ കാണും. അപ്പൊ ഈ ഇപ്പം കർത്താവായിരിക്കുന്ന സ്ഥലത്തെ അവിടുത്തെ അധികാരി കൈസർ ആയതുകൊണ്ട് കൈസറിന്റെ ഫോട്ടോയാണ്, കൈസറിന്റെ പടമാണ് ഒരു സൈഡിലും, മറ്റേ സൈഡിൽ അതിന്റെ എമൗണ്ടും എഴുതുന്നത്. അപ്പൊ കർത്താവ് പറഞ്ഞ ഒരു കാര്യം ചെയ്ത് നിങ്ങളുടെ ഒരു കോയിനും കൊണ്ടുപോവാ, എന്നിട്ട് കോയിന്റെ രണ്ട് സൈഡും കാണിക്കുക, എന്നിട്ട് ചോദിക്കുന്നു അതിനകത്ത് ചോദിക്കുക അതിന്റെ ഒരു സൈഡിൽ അതിനുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേതെന്ന് ചോദിച്ചു. അതിനകത്ത് ഒരു രൂപം ഇട്ടിട്ടുണ്ടല്ലോ, അത് ആരുടെയാ? അപ്പൊ അതിന്റെ അർത്ഥം തന്നെ ആ ഫോട്ടോ അതിനകത്ത് വരാൻ കാര്യമല്ല. ഇതിനകത്ത് അധികാരിയുടെ ഫോട്ടോ അല്ല അതിനകത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇത് അതിനൊരു അധികാരം ഉണ്ടെന്നുള്ളതല്ലേ കാണിക്കുന്നത്. അപ്പൊ കൈസറിന്റെ അവകാശത്തെയും അധികാരത്തെയും ആ ഗവൺമെന്റിന്റെ അധികാരത്തെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ലേ, അത് നമ്മളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ, അതിന്റെ ഉത്തരവാദിത്തത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല അത് ഇട്ടിരിക്കുന്നത്. എന്നിട്ട് കർത്താവ് അത് പറയുകയാണ്, അതിനുള്ള സ്വരൂപം നേരിട്ടും ആരുടെ എന്ന് ചോദിച്ചു. അപ്പൊ കൈസറുടെ എന്ന് അവർ പറഞ്ഞു. അപ്പൊ കർത്താവ് പറയാണ്, എന്നാല് എന്താ ഉത്തരം? കൈസർക്കുള്ളത് കൈസർക്ക് കൊടുക്കണം, കൈസർക്കുള്ളത് കൈസർക്കും, ദൈവത്തിനുള്ളത് ദൈവത്തിന് കൊടുക്കും. ദൈവത്തിന്റെ കാര്യം പറയുമ്പോൾ അത് ദൈവത്തിന് കൊടുക്കണം. കാരണം ഫോർ എക്സാമ്പിൾ അവിടെ അതാണ് പറയുന്നത്, ലോകത്തിലുള്ള നിയമങ്ങൾ ആ നിയമം അനുസരിച്ച് ചെയ്യണം, പക്ഷേ ദൈവത്തിന്റെ കാര്യം വരുമ്പോൾ ദൈവത്തിന് തന്നെ പോകണം. ഓക്കെ, അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാം. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടും ലോകത്തിന്റെ നിയമങ്ങളെ നമ്മളത് പാലിച്ചിരിക്കണം. എന്നാല് ദൈവിക നിയമങ്ങൾ വരുമ്പോൾ ഓക്കെ, അവിടെ കൈസർക്കോ ആർക്കോ അതിനകത്ത് ഇടപെടാൻ അവകാശമില്ല. ഓക്കെ, അതിനെ നിങ്ങൾ മാനിക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ, അതും ഒരു അഹങ്കാരമായിട്ടല്ല ചെയ്യേണ്ടത്, അത് മറിച്ചോ പിന്നെ ദൈവമായിട്ടുള്ള റിലേഷൻ. അതിനൊന്നും ഉദാഹരണങ്ങൾ പറയാം. പ്രത്യേകിച്ച് അതിനകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രൊജക്റ്റ് നിൽക്കുന്നത് ദാനിയേലിന്റെ പുസ്തകത്തിലാണല്ലോ. ദാനിയേലിന്റെ പുസ്തകത്തിനകത്ത് നമ്മൾ അതിന്റെ 3-ാം അധ്യായം വായിക്കുമ്പോൾ, നിങ്ങൾ ബൈബിൾ എടുത്ത് വെച്ച് നോക്കുക. 3-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ 3 പിള്ളേരെ നമുക്കിവിടെ കാണാം. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, അല്ലെ? നമ്മളത് വായിച്ചിട്ടുണ്ട്. അവരെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, അവർ വലിയ ഭക്തരായിട്ടുള്ള ദൈവ മക്കളാണ്. ദാനിയേലിനെ പോലെ, ദാനിയേലിന്റെ കൂട്ടുകാരായിരുന്നു അവര്. അപ്പം അവരോട് അന്നത്തെ അവിടുത്തെ രാജാവ് നെബൂഖദ്നേസർ രാജാവ്. അപ്പൊ നെബൂഖദ്നേസർ രാജാവ് ഭയങ്കര ശക്തനായതുകൊണ്ട് അയാൾക്കൊരു മനസ്സിലൊരു തോന്നി അയാളുടെ ഒരു മൂർത്തി ഉണ്ടാക്കുക, ഒരു വലിയ മൂർത്തി ഉണ്ടാക്കി, ഒരു വലിയ മൂർത്തി ഉണ്ടാക്കി. എന്ന് പറഞ്ഞാൽ എന്നിട്ട് ദുരാ സമഭൂമി എന്ന് പറയുന്ന ആ ദുരാ സമഭൂമിയിലെ മരുഭൂമിയിൽ അവിടെ നിരന്തര സ്ഥലത്ത് ഈ പ്രതിമ സ്ഥാപിച്ചു. അത്ര ഉയരമുള്ളതും വലിയ പ്രതിമ, രാജാവിന്റെ മഹത്വത്തോട് കാണിക്കുന്ന പ്രതിമ ഉണ്ടാക്കിയിട്ട് ഒരു നിയമം ഉണ്ടാക്കി അവിടെ. എന്തറിയാമോ? ഇനി കുറെ നാളത്തേക്ക് നിങ്ങൾ ആരോടെയും പ്രാർത്ഥിക്കരുത്, എല്ലാവരും ഇവിടെ വന്ന് ആദ്യം പ്രാർത്ഥിക്കണം. ആരോട്? ഈ നെബൂഖദ്നേസർ രാജാവിന്റെ മൂർത്തിയെ തൊട്ട് വണങ്ങി നമസ്കരിക്കണം, അല്ലെങ്കിൽ അതിനെ ആരാധിക്കണം എന്നൊരു നിയമം വെച്ചു. ഓക്കെ, പിന്നെ അവിടുത്തെ നമ്മൾക്കുള്ള സത്യദൈവത്തെ പോലുള്ള നിയമങ്ങളൊന്നുമല്ല അവർക്കല്ലല്ലോ. അവർക്ക് ഏത് മൂർത്തിയെ വേണമെങ്കിലും ഇറങ്ങാമല്ലോ. അതുകൊണ്ട് അവിടെ ഉള്ളവരൊക്കെ ചെയ്യും. പക്ഷേ ശദ്രക്, മേശക്, അബേദ്നെഗോ അവരത് ചെയ്യത്തില്ല. ശരിയാണ്, നിങ്ങളുടെ നിയമങ്ങൾ ടാക്സിന്റെ ആയാലും ശരി, മറ്റെന്തായിരുന്നാലും ശരി, ഞങ്ങൾ പാലിക്കും. പക്ഷെ ദൈവത്തിന്റെ വിഷയം വരുമ്പോൾ നെബൂഖദ്നേസറെ ഞങ്ങൾക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. അത് ആരും ആയിരുന്നാലും ചെയ്യത്തില്ല.
അങ്ങനെ അവരെ പിന്നെ അവിടെയുള്ള ആൾക്കാരെ മറ്റേ അവിടെയുള്ള അധികാരികളെല്ലാവരും കൂടെ ഇവരെ പിള്ളേരെ കുറിച്ച് അവിടെ ചെന്ന് പറഞ്ഞു, ഇവരിങ്ങനെയൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ നെബൂഖദ്നേസറിന്റെ ദേഷ്യം വന്നു. നെബൂഖദ്നേസർ അവരെ പിടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. പിടിച്ചുകൊണ്ട് വന്നിട്ട് അവരോട് ചോദിച്ചു, ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളത് ചെയ്യത്തില്ല. ഓക്കെ, ഞങ്ങൾ ചെയ്യാൻ പറ്റത്തില്ല. ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരാണ് ഞങ്ങൾ. ഓക്കെ, ഈ മൂർത്തിയെ ഞങ്ങൾ ആരാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇവരെ അങ്ങനെ അവിടെ ശിക്ഷ ഏതാ? തീക്കകത്തിടുക. ഓക്കെ, തീയത് പറഞ്ഞാൽ 7 മടങ്ങ് അവര് അതിന്റെ ചൂട് കൂട്ടി എന്നൊക്കെയാ പറയുന്നത്. ഓക്കെ, അതിലേക്ക് ഇടും എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞു, ഞങ്ങളെ നിന്റെ തീയിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് ഞങ്ങളുടെ ദൈവം. പക്ഷെ ദൈവം വിടുവിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഈ മൂർത്തിയുടെ മുമ്പിൽ ഞങ്ങൾ മുട്ടുകുത്തത്തില്ല. ഓക്കെ, നമുക്ക് നിയമം ഉണ്ടാക്കിയത് ഗവൺമെന്റ് ആയിരിക്കാം, പക്ഷെ സ്പിരിച്വൽ കാര്യങ്ങളിൽ ആ നിയമങ്ങൾ ഉണ്ടാക്കാൻ ലോകത്തിലെ ഒരു ഗവൺമെന്റിനും അധികാരമില്ല. നമ്മുടെ ഭക്തി നമ്മുടേതാണ്, നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധം നമ്മുടേതാണ്. നമ്മൾ ദൈവത്തിന്റെ നിയമങ്ങൾ വരുമ്പോൾ അതിൽ ആരുടെയും അയക്കേണ്ട കാര്യമില്ല, എടുക്കേണ്ട കാര്യമില്ല. അപ്പൊ അതിനനുസരിച്ച് അവരതിനെ അയാളെ പിള്ളേരെ പിടിച്ച് തീക്കകത്തിട്ട് പിന്നെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. നമുക്ക് നോക്കിയപ്പോ എത്ര, നമ്മൾ 3 പേരെ അല്ലേ തീക്കകത്തിട്ടത്, പക്ഷെ അതിനകത്ത് കാണുന്ന എത്ര പേരെയാ? 4 പേരെ അല്ലെ. അത് അവിടെ അവരെ പൊള്ളുന്ന, അവരുടെ ശരീരത്തിൽ എന്തെങ്കിലും തീയുടെ ഏതെങ്കിലും ഒരു അനുഭവം അവിടെ ഉണ്ടായോ? ഉണ്ടെങ്കിൽ അവരുടെ ആ ബന്ധനം മാത്രം അഴിഞ്ഞു പോയതേ ഉള്ളൂ. എന്നാൽ അതിനകത്ത് അവർ 4 പേരും കൂടെ, സ്വർഗദൂതനും കൂടെ ചേർന്ന് അവരവിടെ നൃത്തം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ആ തീക്ക് അവരെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ആ തീയിൽ തന്നെയാണ് ആ കൊണ്ടിട്ടവര് ഇരുന്നതിന് മുമ്പേ, തീയിൽ വീഴുന്നതിന് മുമ്പ് തന്നെ അവർ എരിഞ്ഞു പോയി. എന്നാൽ ഇവർക്കൊന്നും സംഭവിച്ചില്ല. നമ്മുടെ ദൈവത്തിന്, അദ്ദേഹം സർവശക്തിമാനാണ്, വിടുവിക്കാൻ നമ്മുടെ സർവശക്തിമാണ്. പക്ഷേ നിയമങ്ങളുടെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ശ്ലോകത്തിന്റെ നിയമത്തെ നമ്മൾ മാനിക്കണം. അതുപോലെ ഇതേ ദാനിയേലിന്റെ പുസ്തകത്തിൽ തന്നെ ദാനിയേലിന്റെ ജീവിതത്തിൽ ഒരു കാര്യം ഉണ്ടായി. അറിയാലോ, ദാനിയേലിനെ രാജാവും ഒക്കെ ദാനിയേലിന്റെ സ്വഭാവം കണ്ട് ദാനിയേലിന് ഒരുപാട് ജോലി കയറ്റങ്ങളൊക്കെ കൊടുത്ത് അല്ലെ, സ്ഥാനമാനങ്ങളൊക്കെ കൊടുത്ത് രണ്ടാമത്തെ അധികാരിയാക്കി, രാജ്യത്തിന്റെ രണ്ടാമത്തെ അധികാരിയൊക്കെ ഒരുപാട് അസൂയ ഉണ്ടാകും മറ്റുള്ള ഉദ്യോഗസ്ഥർക്കും മറ്റുള്ള സബോർഡിനേറ്റ്സിനും. അവരെല്ലാവരും കൂടി ദാനിയേലിനെ കൊടുക്കാനായിട്ട് പരിപാടി നോക്കി. പക്ഷേ വേറെ രീതിയിലും ദാനിയേലിനെ ഒരു തെറ്റും കണ്ടുപിടിക്കാൻ പറ്റാത്തപ്പോൾ അവര് എന്താണ് സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യത്തിൽ തന്നെ കുറ്റം കണ്ടുപിടിക്കാൻ. സ്പിരിച്വൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നില്ലെന്ന് അങ്ങനെയുള്ള കുറ്റങ്ങളൊന്നും അല്ല. പിന്നെ അവർ കണ്ടുപിടിച്ചത് ഇതാണ്, അവർ ചെയ്ത് ഇതാണ്. നമ്മളൊരു നിയമം ഉണ്ടാക്കാം, രാജാവിനോട് ഡിസ്കസ് ചെയ്ത്. രാജാക്കന്മാർക്ക് ഇഷ്ടമാണല്ലോ സ്വയമേ പ്രൈസ് ചെയ്യുന്നതും ആരെങ്കിലും നമ്മളെ ആരാധിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ എന്തൊരു സന്തോഷം. അപ്പൊ രാജാവിനും ഒരു കാര്യം ചെയ്യാം, ഇനി കുറച്ച് നാളത്തേക്ക് ആരും ദൈവത്തോടോ മറ്റൊന്നിനോടെയും അപേക്ഷിക്കരുത്, രാജാവിനോട് മാത്രമേ അപേക്ഷിക്കാവൂ എന്നുള്ളൊരു നിയമം വെച്ചു. അവിടെയും ദാനിയേൽ പറയുന്നത് എന്താണ്? ദാനിയേൽ എന്താ ചെയ്തേ? ഈ ശദ്രക് മേശക് അബേദ്നെഗോ പോലെ തന്നെ പ്രാർത്ഥിക്കരുതെന്നല്ല, ആരോടും പ്രാർത്ഥിക്കരുതെന്നല്ലേ പറഞ്ഞേ. അവിടെ പറഞ്ഞ ദിവസവും ചെയ്തു വരുന്നത് പോലെ തന്നെ ഒരു ദിവസം 3 പ്രാവശ്യം പ്രാർത്ഥിക്കുന്ന ഒരു രീതി ദാനിയേൽ ഉണ്ടായിരുന്നു. ദാനിയേല് തൻ്റെ വീട്ടിൽ, തൻ്റെ മാളിക മുറിയിൽ പോയി അല്ലെ, ആലയത്തിനും യെരൂശലേം ദേവാലയത്തിനുടെ നേരെയുള്ള ആ വാതിലൊക്കെ തുറന്നിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി ദാനിയേൽ ഉണ്ടായിരുന്നു. അതങ്ങനെ തന്നെ ദാനിയേൽ ചെയ്തു. അല്ലാതെ രാജാവ് ഒരു പുതിയ നിയമം കൊണ്ടുവന്നു ഇവരെല്ലാവരും കൂടെ. എന്നെ മനസ്സിലായി, തനിക്കെതിരായിട്ട് ഇവർ ചെയ്ത അവർ കുതന്ത്രമാണെന്നൊക്കെ അറിയായിരുന്നു. അപ്പൊ എന്നാലും ദാനിയേൽ അങ്ങനെ തന്നെ ചെയ്തു. പിന്നെ അവർ കംപ്ലൈന്റ് ചെയ്തു. പിന്നെ ദാനിയേലിനെ പിടിച്ചു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിയമം ഇട്ടതല്ലേ. ദാനിയേൽ ആക്ച്വലി ദാനിയേലിന് രാജാവിന് ദാനിയേലിനോട് ഒരു വിരോധമില്ല, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ നിയമം അങ്ങനെ ആയി പോയതുകൊണ്ട് ദാനിയേലിനെ എടുത്ത് സിംഹക്കൂട്ടിലിട്ടു. പക്ഷെ എന്നിട്ട് എന്തെങ്കിലും പറ്റിയോ? ഇല്ല. നേരം വെളുത്തപ്പോഴും അല്ലെ, ദാനിയേൽ ആ സിംഹക്കൂട്ടിൽ സുഖമായിട്ടിരുന്നു. സിംഹങ്ങളുടെ വായെ ദൈവം അടച്ചു. ഓക്കെ, ഇവിടെയും ദാനിയേൽ ചെയ്തത് ശരിയാണോ നമ്മൾ ചോദിക്കും. രാജ്യത്തിന്റെ നിയമമല്ലേ. പറഞ്ഞല്ലോ, സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം നിങ്ങൾക്ക് ആരുടെ നിയമങ്ങളെ മാനിക്കേണ്ട കാര്യമില്ല. ഇന്ന് നമ്മുടെ കാര്യത്തിലൊക്കെ നടക്കുന്നതല്ലേ കാര്യം. ഗവൺമെന്റ് കയറി സ്പിരിച്വൽ കാര്യങ്ങളിൽ ഇടപെടുന്നു. നമ്മളോട് നമ്മളത് മാനിക്കുന്നുമില്ല. എത്ര ദൈവദാസന്മാരൊന്നും മാനിക്കുന്നില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ചോദിക്കാം, നമുക്ക് ഗവൺമെന്റ് പറയുന്ന പോലെ ചെയ്താൽ പോരെ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ ടാക്സ് കൊടുക്കുന്നവരാണ് അല്ലെ, നമ്മൾ ദൈവത്തിന് ലോകത്തിന്റെ എല്ലാ നിയമങ്ങളും പാലിക്കുന്നവരാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തെ നിയമങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ രാജ്യത്തിന്റെ നിയമങ്ങളെ പാലിക്കുന്നവർ നമ്മളാണ്. പിന്നെ നമ്മൾ മാനിക്കാത്തത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവത്തിന്റെ നിയമത്തോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ മാത്രമേ നമ്മൾ അതിനെ കേൾക്കാതിരിക്കുന്നുള്ളൂ, നമ്മളത് ചെയ്യാതിരിക്കുന്നുള്ളൂ. അത് ചെയ്യാൻ അത് പാടില്ല. കാരണം രാജാക്കന്മാരുടെ രാജാവ് നമ്മുടെ ദൈവമാണ്. ആ ദൈവത്തോടുള്ള ബന്ധത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇവിടുള്ള ഒരു രാജാക്കന്മാരുടെയും നിയമങ്ങളെ നമുക്ക് മാനിക്കാനുള്ള കാര്യമില്ല. കാരണം നമ്മൾ നമ്മുടെ ദൈവത്തെ മാത്രമേ മാനിക്കത്തുള്ളൂ.
അതുപോലെ മറ്റ് കാര്യത്തിലും നമുക്കിതുണ്ട്. അതായത് മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യത്തെ ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യാൻ. ഇങ്ങനെ വേറെ വേറെ പല എക്സാമ്പിളും തിരുവചനത്തിലുണ്ട്. ഓക്കെ, അതിൽ മീൻസ് പക്ഷേ ലോകത്തിന്റെ നിയമങ്ങൾ, ലോകത്തിന്റെ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോഴുള്ള ലോകം വെച്ചിരിക്കുന്ന നിയമങ്ങൾ അതെല്ലാം നമ്മൾ മാനിക്കുക. അത് ടാക്സ് ആയിരുന്നാലും ശരി, ഓക്കെ, മറ്റു നിയമങ്ങളായിരുന്നാലും ശരി, നമ്മൾ ട്രാഫിക് റൂൾസ് ആയിരുന്നാലും ശരി, അതുപോലെ മറ്റെന്തെല്ലാം കാര്യങ്ങളായിരുന്നാലും ശരി, അതെല്ലാം നമ്മളും പാലിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മുടെ 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, 2-ാം അധ്യായത്തിന്റെ അതിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന സമയത്ത്, നമുക്കറിയാലോ ദൈവപുത്രന്റെ ജനന സമയം, ആ ജനന സമയത്തെങ്കിലും അറ്റ്ലീസ്റ്റ് നമ്മൾ നല്ലൊരു സെറ്റപ്പ് പിതാവ് ചെയ്തു കൊടുക്കും. പിതാവ് സർവശക്തനായ ദൈവമാണല്ലോ. പക്ഷെ ദൈവം അങ്ങനെ ചെയ്തില്ല. നമുക്കറിയാമല്ലോ, മറിയയും യോസഫും കൂടെ വളരെ ദൂരം കഴുതപ്പുറത്തും ഒക്കെ മരിയെ ഇരുത്തി സഞ്ചരിച്ചാണ് അവിടെ രജിസ്ട്രേഷനായിട്ട് പോയത്, അല്ലേ? ബെത്ലഹേമിൽ പോയത്. ബെത്ലഹേമിൽ അവിടെ പോയി, അവിടെ ചെന്നപ്പോ കർത്താവിന് അറിയാമല്ലോ, അവരെയൊക്കെ ഒന്ന് കിടത്താൻ പോലും ഒരു സൗകര്യമില്ലായിരുന്നു. പക്ഷെ എന്തിനാണ് അത്രയും ദൂരം യാത്ര ചെയ്ത് ഒരു ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് ഇത്രയും കഷ്ടപ്പെട്ട ആ സഹോദരിയും കൊണ്ട് പോയതെന്ന് ചോദിച്ചാൽ, അതിനകത്ത് ആ 2-ാം അധ്യായത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്. എന്തിനറിയാമോ? അന്ന് അവിടെ ചാർത്തലിന്റെ സമയമായിരുന്നു. ചാർത്തൽ എന്നത് അഗസ്റ്റസ് കൈസർ അവിടെ ഒരു നിയമം വെച്ചു. കാരണം അന്ന് അവിടെ ഉള്ളവരെല്ലാം രജിസ്റ്റർ ചെയ്യണം, പേര് രജിസ്റ്റർ ചെയ്യണം എന്നൊരു നിയമം വെച്ചു. അപ്പൊ ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടാണെങ്കിലും രജിസ്റ്റർ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ ഇവർക്കും അത് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ വേണമെങ്കിൽ ദൈവപുത്രന്റെ ജനനമല്ലേ, ഞങ്ങൾക്ക് അതിന്റെ പ്രത്യേക പ്രൊവിഷൻ വേണ്ടതെന്ന് വെച്ചാൽ ദൈവം അവിടെ ചെയ്തു. അങ്ങനൊന്നും ചെയ്തില്ല. നിങ്ങളും പോകണം. അതിനവരവിടെ യാത്ര ചെയ്ത് പോകുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നു. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം ദൈവം സർവശക്തനാണ്. എല്ലാ കാര്യവും പറഞ്ഞ് സർവശക്തനായിട്ട് നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വരുന്നു, നിങ്ങളെ സഹായിക്കാനായിട്ട് ഞാൻ ബലശാലിയായിട്ട് വരുന്നു ഒക്കെ പറഞ്ഞാലും ദൈവം തന്റെ നീതി വിട്ട്, നിയമങ്ങൾ വിട്ട് ദൈവം ഒരു കാര്യത്തിലും നമ്മളെ ആയിരുന്നാൽ പോലും സഹായിക്കത്തില്ല. കാരണം ദൈവം നീതിയുള്ള ദൈവമാണ്. നമ്മളെ സ്നേഹിക്കുന്നതോടൊപ്പം അതോടൊപ്പം തന്നെ ദൈവം തന്റെ നീതിയെ പാലിക്കുന്ന ദൈവമാണ്. ദൈവം പോലും സ്വയം തന്റെ നീതി വിട്ടൊന്നും ചെയ്യത്തില്ല, നിയമം വിട്ടൊന്നും ചെയ്യത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ദൈവം പറയുന്നത് നമ്മുടെ പിതാവാണ്, സർവശക്തനാണ്, എല്ലാം ചെയ്യുന്ന ദൈവമാണ്, നമ്മളെ ജീവന് തുല്യം ജീവനേക്കാൾ ഏറെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഇതൊക്കെ ആണെങ്കിലും ദൈവം തന്റെ നിയമങ്ങൾ, ലോകത്തിന്റെ ആയിരുന്നാലും ശരി, അതിനെ ലംഘിക്കുന്ന ഒരു ദൈവഭക്തനെ ദൈവത്തിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ലോകത്തിന്റെ നിയമങ്ങളും ഒക്കെ, ഏത് നിയമമായിരുന്നാലും ശരി, അതിനെല്ലാം നമ്മൾ സബ്മിസീവ് ആയിരിക്കണം. നമ്മൾ അതിനെ നമ്മളെ തന്നെ സമർപ്പിക്കുകയും വേണം. ഇന്ന് ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. കാരണം ഇതെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് തോന്നും, ഞാൻ സർവശക്തനായ ദൈവത്തിന്റെ ഇതെല്ലാം സൃഷ്ടിച്ച ദൈവമല്ലേ, അതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ പാലിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ചിലപ്പോൾ പിശാചി നമ്മുടെ ചെവിയിൽ കൊണ്ടുതരും. ഓക്കെ, അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഏത് നിയമമായിരുന്നാലും നമുക്ക് അതിനെ വളരെ ആദരവോടെ, കാരണം ഇപ്പൊ നമ്മൾ റോമന്റെ ലേഖനത്തിൽ വായിച്ച പറഞ്ഞ ഏത് അധികാരമാണെങ്കിലും അത് ദൈവത്തിൽ നിന്നാണ്. അത് റോമന്റെ ലേഖനം 13-ാം അധ്യായത്തിന്റെ 1 തൊട്ടുള്ള 3 വായിക്കുമ്പോൾ എല്ലാ ശ്രേഷ്ഠ അധികാരങ്ങളും എവിടെയെല്ലാം ആരിൽ നിന്നാണ് വരുന്നത്? ദൈവത്തിനായി. വേണമെങ്കിൽ അത് മാത്രം ഒന്ന് വായിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ് നിർത്താനായിട്ട് ആഗ്രഹിക്കുന്നു. റോമന്റെ ലേഖനം 13-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 3 വരെയുള്ള വാക്യം. 1 തൊട്ട് 3 വരെയുള്ള വാക്യം അവിടെ ഇരിക്കുന്നുണ്ടോ? ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. എന്നിട്ട് അടുത്ത വാക്യം, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ. അപ്പൊ ഏത് അധികാരം എന്നാലും അതെല്ലാം ദൈവത്താൽ ഇവിടെ ഭൂമിയിൽ വേണ്ടതുകൊണ്ട് ദൈവം സമ്മതിച്ചിരിക്കുന്ന, അങ്ങനെ വന്നിരിക്കുന്ന നിയമങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ലോകത്തിന്റെ നിയമങ്ങളാണെങ്കിലും ശരി, അത് ദൈവത്തിൽ നിന്നുള്ളതാണെന്ന് മാനിച്ച് നമ്മൾ അതിനെ ചെയ്യണം. അതാണ് ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ല ഒരു അധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. അത് സ്പിരിച്വൽ ആയിരുന്നാലും ശരി, ഈ ഭാഗത്ത് വരിക്കുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ്, ചർച്ചിന്റെ കാര്യങ്ങളെ കുറിച്ചാണ്. ചർച്ചിലും ചില നിയമങ്ങളുണ്ടല്ലോ, ആ നിയമങ്ങളെല്ലാം നമ്മൾ മാനിക്കണമെന്ന് പറഞ്ഞതിന് ശേഷം, പക്ഷെ തുടർന്ന് നമ്മൾ വായിക്കുമ്പോൾ തീത്തോസിന്റെ ലേഖനത്തിലൊക്കെ വായിക്കുമ്പോൾ അത് ചർച്ചിന്റെ കാര്യങ്ങൾ മാത്രമല്ല, ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മൾക്ക് ഫോളോ ചെയ്യേണ്ട നിയമങ്ങൾ, ലോകത്തിൻ്റെതായിട്ടുള്ള നിയമങ്ങൾ, അത് സ്പിരിച്വാലിറ്റിയെ ബാധിക്കാത്തതാണെങ്കിൽ നമ്മളത് ചെയ്യണം. ഓക്കെ, നിങ്ങൾ അതെല്ലാം അതൊന്ന് ശ്രദ്ധിക്കുക. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും മറ്റുള്ള സിറ്റിസൺസിനെ പോലെ ഈ ലോകത്തുള്ള സിറ്റിസൺ ആയിരിക്കുമ്പോൾ നമ്മൾ ആ നിയമങ്ങളെ പാലിക്കണം. ദൈവം നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ഈ തിരുവചനത്താൽ അനുഗ്രഹിക്കട്ടെ.